അതെ, എല്ലാവരുടെയും പോലെ ഞാൻ ഇടയ്ക്കൊക്കെ പെർഫ്യൂംസ് ബ്ലൈൻഡ് ബൈ ചെയ്യാറുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ ടൈം ഞാനൊരു ഡീക്കൻഡ് വാങ്ങി പർച്ചേസ് ചെയ്ത് നോക്കി അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഫുൾ ബോട്ടിൽ വാങ്ങുന്നത്. അപ്പം ഞാനങ്ങനെ ഡീക്കൻഡ് വാങ്ങി നോക്കിയിട്ട് പിന്നീട് അതിൻ്റെ ബോട്ടിൽ വാങ്ങണ്ട എന്ന് തീരുമാനിച്ച കുറച്ച് പെർഫ്യൂംസ് ഉണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ലത്താഫ അസാദ്. ഇത് ലാസ്റ്റ് ഇയറിൽ വന്നിട്ട് ഭീകര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പെർഫ്യൂമാണ്. ലാസ്റ്റ് ഇയർ അല്ല, അതിന് മുമ്പൊക്കെ നല്ല ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. ഇത് ഞാൻ വാങ്ങണ്ടാന്ന് തീരുമാനിച്ചതിൻ്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഒരു ഭീകരമായിട്ട് സ്പൈസി പെപ്പറി കൈൻഡ് ഓഫ് വൈബാണ് അതിന് വരുന്നത്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കൂടുതൽ ഇഷ്ടപ്പെടുക എനിക്ക് തോന്നുന്നു പുറമേ ഉള്ള രാജ്യത്തിലുള്ള ആളുകൾക്കാണെന്ന് തോന്നുന്നു. കാരണം നമുക്കൊക്കെ ഇത് നമ്മുടെ വീട്ടിൽ പണ്ട് കുരുമുളകൊക്കെ പറിച്ചിട്ട് അത് ഉണക്കാനായിട്ട്, അതായത് വെയിലത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് ഒരു ചാക്കിൻ്റെ മുകളിൽ വിരിച്ചിടുന്ന ഒരു പതിവുണ്ട്. സോ അങ്ങനത്തെ ഒരു വൈബാണ് എനിക്ക് വരുന്നത്. എനിക്ക് പേഴ്സണലി ഇത് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. രണ്ടാമത്തെ പെർഫ്യൂം എന്ന് പറയുന്നത് അതും ഭീകര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പെർഫ്യൂമായിരുന്നു. ഇത് ലത്താഫ കാമ്ര കവ. ബേസിക്കലി ഒരു കോഫി നോട്ട് അതിനകത്തൊന്ന് വരികയാണ്. ഈ DNA എനിക്ക് ഇഷ്ടമാണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ക്രിസ്മസ് വൈബ് അതിനകത്തുനിന്ന് വരുന്നത്, ഒരു ക്രിസ്മസ് ഡേ റിമൈൻഡ് ചെയ്യുന്ന ഒരു വൈബാണ് വരുന്നത്. ഭയങ്കര കോസി ആയിട്ടുള്ളൊരു ഫീലിംഗാണ് വരുന്നത്. പക്ഷേ എന്നിട്ടും ഞാനത് പർച്ചേസ് ചെയ്യാത്തതിൻ്റെ മേജർ റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസിങ് ആണ്. ഇത് ഏകദേശം ഇപ്പോഴും ഒരു 2500 രൂപയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത്. ഒരു 1500-1600 റേഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനുള്ള ക്വാളിറ്റി ഇതിനകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്യാത്തത്. മൂന്നാമത്തത് നൈട്രോ റെഡ്. നൈട്രോ ആയിട്ട് ഇൻവിക്ടസിനെ പോലെ ഉള്ളൊരു DNA ആണ് അതിനകത്ത് വരുന്നത്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തതിൻ്റെ മേജർ റീസൺ എൻ്റെ കയ്യിൽ ഓൾറെഡി ഹവാസ് ഐസ് എല്ലാം ഉണ്ട്. മാത്രമല്ല എനിക്കിത് ഈ ഒരു DNA പതുക്കെ ബോറടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കൺസിഡർ ചെയ്യാതിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ, കാരണം ഇത് ഹവാസ് ഓൺ സ്റ്റെറോയിഡ്സ് ആണ്. ഭീകര പ്രൊജക്ഷനും ഭീകര പെർഫോമൻസും ആണ് അതിനകത്ത് വരുന്നത്. സോ ഈ 3 പെർഫ്യൂംസ് ആണ് ഞാൻ വാങ്ങിയതിന് ശേഷം, ഡീക്കൻഡ് വാങ്ങിയതിന് ശേഷം പിന്നീട് വാങ്ങണ്ടെന്ന് തീരുമാനിച്ചത്. ഇത് മാത്രമല്ല, എൻ്റെ കയ്യിൽ ഒരു ഫുൾ ബോക്സ് ഉണ്ട് ഇതിൻ്റെ ഡീക്കൻസ്. അതായത് മറ്റു പല പെർഫ്യൂംസിൻ്റെ ഡീക്കൻസ് ആണ് ഇതിനകത്തുള്ളത്. ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക.